ഇനിയിപ്പോൾ 2 ദിവസം കൂടിയേ നമ്മുടെ ആനുവൽ ഡേക്കുള്ളൂ. മക്കളുടെ എല്ലാ കാര്യങ്ങളും അവർക്ക് വേണ്ട ഓർണമെൻറ്റ്സും ഡ്രസ്സും ഒക്കെ സെറ്റായെങ്കിലും ടീച്ചേഴ്സിന് ഇപ്പോഴും പലവർക്കും കമ്മൽ കിട്ടിയിട്ടില്ല, മാല കിട്ടിയിട്ടില്ല, ബ്ലൗസ് തയ്ച്ച് കിട്ടിയിട്ടില്ല, അങ്ങനെ ഓരോ ടെൻഷൻസ് ആയിരുന്നേ. അപ്പോൾ ഇന്നിപ്പോൾ സ്കൂളൊക്കെ കഴിഞ്ഞ് പിള്ളേരേനെയൊക്കെ വീട്ടിലയച്ച് നമ്മുടെ പ്രാക്ടീസും കഴിഞ്ഞിട്ടാട്ടോ നമ്മൾ ഈ ഷോപ്പിങ്ങിന് വേണ്ടി ഇറങ്ങിയത്. മിക്കവാറും എല്ലാ ഷോപ്പിലും നമ്മൾ കയറി ഇറങ്ങിയിട്ടുണ്ടാവേ. നമ്മൾ ഈ കൊളീഗ്സിൻ്റെ കൂടെയും ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ ഇങ്ങനെയുള്ള ഷോപ്പിംഗ് ടൈമൊക്കെ എത്രത്തോളം എൻജോയ് ചെയ്യുന്നുണ്ടാവും അല്ലേ. നമ്മളും അതുപോലെ തന്നെ ആയിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ചില മോശം അനുഭവങ്ങൾ ഉണ്ടായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സെയിൽസ് പേഴ്സൺസ് ഉണ്ടാവുമല്ലോ, നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി നിൽക്കുന്നവർ, അവർ നമ്മൾ ആ സാധനം എടുത്തില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അടുത്ത സെഷനിലോട്ട് പോകുമ്പോൾ അവർ തന്നെ കമൻറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അവർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കമൻറ്റ് ചെയ്യുക, അതൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ടായിരുന്നേ. ഇങ്ങനെയുള്ള പല എക്സ്പീരിയൻസസും ആയിരിക്കും അല്ലേ വിൻഡോ ഷോപ്പിങ്ങിലൊക്കെ നമുക്ക് മടുപ്പുണ്ടാക്കുന്നത്. അതൊക്കെ പോട്ടെ, നമ്മുടെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞപ്പോഴേക്കും നമ്മളൊരു സമയമായിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് നേരെ പോയത് ഉപഹാരയിലോട്ടാണ്. ആ ഒരു വിഷമം തീർക്കാൻ വേണ്ടി അത്യാവശ്യം നല്ല പോലെ നമ്മൾ ഫുഡ് അടിച്ചിട്ടുണ്ടായിരുന്നേ. മസാല ദോശ, പാവ് ബജി, പാനിപൂരി, ബേൽപൂരി, അങ്ങനെ കൈ കിട്ടിയതെല്ലാം നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴേക്കും ഒരു 6:30 ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ എല്ലാവരും വീട്ടിൽ പോകാനുള്ള തിരക്കായി. അപ്പോൾ ഓക്കെ, ബൈ.